ഹായ് ഹലോ നമസ്കാരം. മുസ്മി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിപ്പോൾ ചെറിയൊരു യാത്ര പോവുകയാണ് കൊച്ചിയിൽ നിന്ന്. ഏതായാലും ആദ്യം നല്ല വിശപ്പുണ്ട്, കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാവാം എന്ന് കരുതി ഞങ്ങളൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന മീനുകളൊക്കെ ഇഷായും പൈസയും കൂടി ഇങ്ങനെ പിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണ് മക്കളെ ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇതാണ് നമ്മുടെ കൊച്ചിൻ സമ്മർ കാർണിവൽ. ഇപ്പം ഇവിടെ ഒരു സമ്മർ കാർണിവലാണ്, നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് നടക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇവിടെ ടിക്കറ്റിന് മുതിർന്നവർക്ക് 100 രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക്, അതായത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഇരുട്ട് ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ ഫൈസൂന് അങ്ങോട്ട് പോകാൻ ഒരല്പം പേടിയായിരുന്നു. അവനെ ഹക്ക് ബുക്ക് എടുത്തുകൊണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ അതിനോട്ട് പോകുമ്പോൾ തന്നെ അതിനെ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേയധികം പാമ്പുകളെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ലവ് ബേർഡുകളാണ്. ഈ ലവ് ബേർഡുകൾ അവരാണെങ്കിൽ അവിടുത്തെ ചെക്കന്മാർ ഒരു നീളമുള്ള കപ്പ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ചുറ്റും പറക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? നല്ല രസമാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പറക്കും. അയാളെ കൂട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂടുകളും, ഓൾമോസ്റ്റ് എല്ലാ പാമ്പുകൾ ഒക്കെയുള്ള എല്ലാ കൂടുകളും ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിനകത്തിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം വെളിയിൽ വെച്ചിട്ട് അതിങ്ങനെ വൃത്തിയാക്കി വെക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കൂടുകളും അങ്ങനെ വൃത്തിയാക്കി വെക്കുന്നത് ഞങ്ങൾ കണ്ടോടെ. വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ തരുന്നതാണ്. പാമ്പിനെ, പാരറ്റിനെ, അങ്ങനെ.
ഈ കാണുന്നത് നല്ലൊരു സംഭവമായിരുന്നു. ഒരു റോബോട്ട് അങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ നീന്തുന്നത് കാണാം. ദേ കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു റോബോട്ടല്ല, ഒരു ലേഡിയാണ്. അവരവിടെ അവരെ അടുത്ത് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരോടൊക്കെ അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും എല്ലാവരോടും ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ഈ സംഭവം. അങ്ങനെ കൊച്ചിൻ കാർണിവലിൽ ഇതിനകത്ത് ഒട്ടേറെ സംഭവങ്ങൾ വേറെയുണ്ട്. ഒരു 3D സെക്ഷൻ ഉണ്ടായിരുന്നു. ആ 3D സെക്ഷൻ വളരെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്കതിൽ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിന് മുന്നേ ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം 3D സെക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. എനിക്കെല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വേഗം ഇറങ്ങേണ്ടി വന്നു. ആ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് എന്താണെന്നല്ലേ അത് വഴിയേ പറയാം. അപ്പോൾ അങ്ങനെ ഏതായാലും കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അപ്പം ടാറ്റാ ബൈ ബൈ.